തുടങ്ങാൻ പറ്റും. ഞാൻ ഷൗക്കത്തിനോട് വിചാരിച്ച കാര്യമാണ്. ഷൗക്കത്ത് നിരന്തരമായി യാത്ര ചെയ്യുന്ന ആളാണ്. ഇപ്പൊ അടുത്താണ് US പോയിട്ട് ഏതാണ്ട് 3 മാസത്തോളം അല്ലേ, 3 മാസത്തോളം നിന്നിട്ട് വന്നത്. ഹിമാലയത്തിൽ പോയി. എനിക്ക് ചോദിക്കാനുള്ളത്, ഷൗക്കത്ത് ഇത്രയും കാലം സഞ്ചരിച്ച യാത്രയിൽ ഇന്ത്യയോട്, നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരത്തോട്, ഇവിടുത്തെ ജ്ഞാന പാരമ്പര്യത്തോട്, ഇവിടുത്തെ വൈവിധ്യങ്ങളോട് തുലനം ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു രാജ്യം, ഏതെങ്കിലും ഒരു അനുഭവം, ഏതെങ്കിലും ഒരു പ്രദേശം കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഓരോ സ്ഥലത്തും ഓരോന്ന് മുമ്പിലാണ്. ഇപ്പോൾ ഇപ്പം അമേരിക്കയിലോ അങ്ങനെ അമേരിക്കയിൽ പോയ സമയത്ത് ഞാൻ കണ്ട നമുക്ക് ഇപ്പോഴും ഇല്ലാത്ത ഒന്ന്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇല്ലാത്ത ഒന്നാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. കുട്ടികളോട്, സ്ത്രീകളോട് ഉള്ള റെസ്പെക്റ്റോട് കൂടിയിട്ട് ഇടപഴകുന്ന ഒരു സ്വഭാവം നമ്മുടെ കൾച്ചറിലില്ല, ഇപ്പോഴുമില്ല. ഒരു അടിമയെ പോലെ തന്നെയാണ് കാണുന്നത്. കുട്ടികളെ ആണെങ്കിലും സ്ത്രീകളെ ആണെങ്കിലും പുരുഷന്മാരുടെ ടോൺ തന്നെ അടിമയോടെന്ന പോലെയാണ്. എന്താ പറയുക, ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ എത്ര കുറഞ്ഞവരാണ് ആ ഒരു ഏരിയയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മക്കളോട് പോലും അച്ഛനമ്മമാർ ഇടപെടുന്നത് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള റെസ്പെക്റ്റ് കൊടുത്തിട്ടാണ്. ഒരു പക്ഷേ അവരിൽ നിന്ന് സ്വീകരിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഫീൽ. അതേപോലെ തന്നെയാണ് ഈ ഒരു കൺസേൺ. ഇപ്പോൾ അമേരിക്കയിൽ ഞങ്ങൾ പോയിട്ട് ഒരു സ്ഥലത്ത് ബസ് കയറാൻ വേണ്ടി, ബസ്സിലെ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ 3 പേര് ബസ് നിർത്തിയ ബസ്സിലേക്ക് അങ്ങ് ഓടാൻ നിൽക്കുമ്പോൾ ഒരു കുട്ടി, ഒരു 5 വയസ്സുള്ളൊരു മോളുടനെ ഞങ്ങളെ തടഞ്ഞു. പ്ലീസ് എന്താ പറയുക, ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ചെറിയൊരു ഒച്ചു പോലെയുള്ള ചെറിയൊരു ജീവി ഞങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോകുന്നത് ആ കുട്ടി കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളോട് പറയുന്നത് ശ്രദ്ധിക്കുക, അതിന് ചവിട്ടല്ലേ. അപ്പോൾ ഈ മനുഷ്യരോട് മാത്രമല്ല, ചുറ്റുള്ള സർവ്വജീവികളോടുള്ള ഒരു കൺസേൺ ചെറിയ പ്രായം മുതൽ അവർക്ക് ഡെവലപ്പ്. ഞാൻ ഗവൺമെൻറ്റുകളെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്, സർക്കാരുകളെ കുറിച്ചല്ല. അവിടുത്തെ സാധാരണ ജനങ്ങളിൽ അധറിനോട്, അത് മനുഷ്യരോട് മാത്രമല്ല മറ്റ് ജീവികളോടായാലും മനുഷ്യരോടായാലും, കുട്ടിയാണോ സ്ത്രീയാണോ പ്രായത്തിൽ കൂടിയവരാണോ കുറഞ്ഞവരാണോ എന്നുള്ള യാതൊരു വിഭാഗീയതയില്ലാതെ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നത് ബഹുഭൂരിപക്ഷ ആളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം, എൻ്റെ ഒരു ഷോപ്പിംഗ് മാളിൽ മോളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരാൾ മുമ്പിലേക്ക് വാതിൽ തുറന്നങ്ങ് കടന്നു എന്ന് കരുതുക. ഏതൊരാളും ആയിക്കോട്ടെ, കടന്നു കഴിഞ്ഞാൽ അയാൾ അവിടെ വെയിറ്റ് ചെയ്യും. തൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. തുറന്ന് പിടിച്ച് ഉള്ളിലേക്ക്, ചെറിയൊരു കാര്യം, തുറന്ന് പിടിച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കും. ഒരാളുണ്ടെങ്കിൽ അയാളെയും കൂടി കടത്തി വിട്ടതിന് ശേഷം മാത്രമേ കൈയെടുക്കുള്ളൂ. നമ്മളിത് എത്ര പേര് ചെയ്യാറുണ്ട്? നമ്മൾ നമ്മളെ മാത്രമേ കാണുള്ളൂ പലപ്പോഴും. അപ്പോൾ അത് പല റീസൺ കൊണ്ടാണ്. അത് എന്താ പറയുക, ഇൻഡിവിജ്വാലിറ്റിക്ക്, വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, അത് കുട്ടികളായാലും ആരായാലും വ്യക്തികളെ റെസ്പെക്റ്റ് ചെയ്യുന്ന. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, അവരൊരു വിഷയം സംസാരിക്കുകയാണെന്ന് കരുതാം. ഞാൻ നമ്മളുടെ മഹിമ പറയുന്നതിനേക്കാൾ ഗുരുനിത്യം എപ്പോഴും പറയും, നമ്മൾ എവിടെ പോയാലും നമ്മുടെ മഹിമ പറയുന്നതിനേക്കാൾ അവിടെ നിന്ന് എന്താണ് നമുക്ക് കിട്ടാനുള്ളതെന്ന് നോക്കണം എന്ന് പറയും. അവിടെ ഞാൻ കണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് ഒരു കുടുംബം കയറി ചെന്നാൽ അവിടെയുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ എല്ലാവരേക്കും ഐ കോണ്ടാക്റ്റ് കൊടുക്കും. ചെറിയ കുട്ടീനെ നോക്കും ആ സംസാരിക്കുന്ന ആളുകൾ. അത് നമ്മളൊരു ഓഫീസിൽ ചെന്നാൽ, അവിടുത്തെ ഏതൊരു സ്ഥാപനത്തിൽ ചെന്നാലും, ഇപ്പോൾ ഞങ്ങളൊരു 5 പേര്, ഇപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ കൂടെ 12 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്, എൻ്റെ സുഹൃത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യും. നമ്മുടെ കൾച്ചറിൽ അതില്ല. നമുക്കൊപ്പമുള്ളവരെയും മുതിർന്നവരെയും മാത്രമേ അഡ്രസ്സ് ചെയ്യുള്ളൂ. ബാക്കിയുള്ളവരെ കണ്ടെന്ന് പോലും നടിക്കില്ല. നമ്മുടെ വീട്ടിലായാലും
നമ്മളിങ്ങനെ സംസാരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. ഒരു കുട്ടിയുടെ നോക്കുക പോലും ചെയ്യില്ല, ഒരു കുട്ടിയല്ലേ നോക്കേണ്ടതാണ്. അപ്പോൾ ചെറിയ കുട്ടികളെ മുതൽ പ്രായമായവരെ വരെ ആണാണോ പെണ്ണാണോ എന്ന് നോക്കാതെ എല്ലാവരോട് റെസ്പെക്റ്റ് കാണിക്കേണ്ട ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം എന്നുള്ളത് അവരിൽ നിന്ന് പഠിക്കേണ്ടതാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞാൽ എന്നോട് ചോദിക്കേണ്ട ഒരാൾ, നിങ്ങൾ എവിടെ ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോയി, അമേരിക്കയിലൊക്കെ പോയി, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോയി. ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കണം, നിങ്ങൾ എവിടെ ജീവിക്കാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് ഇന്ത്യയിൽ നിന്ന് പറയും. കാരണം ഞാൻ ഇന്ത്യയിൽ മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നോർത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരൊന്നും വർഗീയവാദികളും ഹിന്ദുത്വക്കാരും ഒന്നും അല്ല. അവർക്ക് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നുമില്ല. ഏത് വീട്ടിൽ കയറിച്ചാൽ നമ്മുടെ പേര് ഒന്നും ചോദിക്കില്ല. ഈ ബഹുസ്വരത എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ് ശരിക്കും. ഇതേ അമേരിക്കയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കണ്ട മറ്റൊരു കാര്യം, ഇത് ഒരു സൈഡ് ഞാൻ പറഞ്ഞു, അവിടുത്തെ എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു ഡ്രൈവ് പോവാം, ഈ സിറ്റി വിട്ടിട്ടൊരു ഡ്രൈവ് പോവാം. നമ്മുടെ ന്യൂയോർക്ക്, സാൻ ഫ്രാൻസിസ്കോ, ന്യൂ ജേഴ്സി ഇങ്ങനെയുള്ള സിറ്റികളിലൊക്കെ കറങ്ങിയതിന് ശേഷം എനിക്ക് സിറ്റിക്ക് പുറത്തുനിന്ന് കാണും. ഒരു സിറ്റിയുടെ ഒരു ബൗണ്ടറി കഴിഞ്ഞോടുകൂടി റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ, കുലുങ്ങുന്ന, കെട്ടിടങ്ങളൊന്നും പണിയാത്ത. അപ്പോൾ അവർ പറയുന്നത് സിറ്റി കഴിഞ്ഞാൽ ഓരോ ഏരിയക്കും ഓരോ ടാക്സാണ്. ഒരു ഏരിയയിൽ കിടന്നാൽ അവിടുത്തെ സ്കൂളുകളിൽ ഫീസ് കുറവാണ്, അവിടെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല, മെയിൻ്റനൻസ് വർക്കൊന്നും നടക്കില്ല. റിച്ചായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളിലാണ് എല്ലാ മെയിൻ്റനൻസ് വർക്കും നടക്കും. അവിടെ എല്ലാറ്റിനും ടാക്സ് കൂടുതലാണ്, കറണ്ട് ബില്ല് കൂടുതലാണ്, വെള്ളത്തിൻ്റെ ബില്ല് കൂടുതലാണ്, സ്കൂൾ ഫീസ് കൂടുതലാണ്. അവിടുത്തെ ജാതി ധനമാണ്. പട്ടിണി എടുക്കുന്ന എത്ര മനുഷ്യരുണ്ട്. നമ്മൾ അമേരിക്കയിൽ പട്ടിണിയാണ്. അവിടുത്തെ ഞാൻ ഒരു വലിയൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ 3 പേരാണ് ഒരു വലിയ ഒരു ബോക്സായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കും, കുറച്ച് ഭക്ഷണം തരുമെന്ന് ചോദിച്ചിട്ട്. എത്രയോ പേര് തെരുവുകളിൽ ജീവിക്കുന്നു. ഇപ്പം അവിശ്വസനീയമായിട്ടുള്ള ഒരു ഭാഗത്ത് മറ്റുള്ളവരെക്കോട് കൺസേണുള്ള, നമ്മളീ പറയുന്ന റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാമൂഹികത പോലെ തന്നെ ഒരു ഭാഗത്ത് അല്പം പോലും കരുണയില്ലാത്ത, കൺസേൺ ഇല്ലാത്ത, അതറിനെ കുറിച്ച് ഒരു കൺസേണും ഇല്ലാത്ത ഒരു സമൂഹം കൂടി അവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത്, ഒരു പ്രതിസന്ധി വരുമ്പോൾ, നമ്മൾ ഒരു കൾച്ചർ നമ്മൾ തിരിച്ചറിയുക പ്രതിസന്ധി വരുമ്പോഴാണ്. ഒരു റിയലായിട്ടുള്ള കൾച്ചർ, റിയലായിട്ടുള്ളൊരു പ്രതിസന്ധി വരുമ്പോൾ അവിടെയൊക്കെ അവരുടെ സുരക്ഷിതത്വം മാത്രം, പലപ്പോഴും അതിനെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രളയം വന്നപ്പോൾ, കൊറോണ വന്നപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് നമ്മുടെ നാട്ടിലേക്കാണ്. എന്തുകൊണ്ടാണ്? പ്രതിസന്ധി വരുന്ന സമയത്ത് ഇത്രയും സഹകരിക്കുന്ന ഒരു സമൂഹം ലോകത്തെവിടെയുമില്ല. ജാതിയില്ല, മതമില്ല, പണമില്ല, ഒന്നുമില്ല. എൻ്റെ ഒരു സുഹൃത്ത്, കേരളത്തിലുള്ള വളരെ റിച്ചായിട്ടുള്ളൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഞാൻ അടിസ്ഥാനപരമായ ഒരു പിശുക്കനാണ്, പക്ഷേ പ്രളയം വന്ന സമയത്ത് എൻ്റെ വീട്ടിലുള്ളതൊക്കെ ഞാൻ വാരിക്കോരി കൊടുത്ത്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഞാനത് എങ്ങനെ ചെയ്തത്. ഒരു നാടിൻ്റെ സംസ്കാരം വളരെ പിശുക്കനായ ഒരാളെ പോലും ബാധിക്കുന്ന തരത്തിൽ അത്രയും വിശാലമായിരിക്കുന്ന ഒരു ആഴം നമ്മുടെ ഈ നാടിനുണ്ട്. ബാഹ്യമായിട്ട് അവിടെ ഇവിടെയും വർഗീയ കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ ഇത്രയും ഭാഷ സംസാരിക്കുന്ന, ഇത്രയും വ്യത്യസ്തമായ കൾച്ചറുകളുള്ള ഒരു സമൂഹം ഇത്രയും തമ്മിൽ തല്ലാതെ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു മഹാ അത്ഭുതമാണ്. നിങ്ങൾക്കറിയോ, അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ജയിലും മുഴുവൻ അവിടുത്തെ ബ്ലാക്സാണ്. നീതിന്യായ വ്യവസ്ഥയിൽ വർണ്ണത്തിൻ്റെ പേരിൽ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വിവേചനമാണ് അവിടെ ഉള്ളത്. ഇവിടെ കുറവാണ്, നമ്മുടെ നാട്ടിൽ കുറവാണ്. അല്ലാതെ അവിടെയൊക്കെ വലിയൊരു കൾച്ചറിലാണ് ഞാൻ പറയുന്നത്. അവിടെ നിന്ന് സ്വീകരിക്കേണ്ടതും ഇവിടെയുള്ള മഹത്വമാണ്. പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം.
നമ്മൾ അവിടെ നിന്ന് റോട്ടിലിറങ്ങി നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നൊരു സ്വാതന്ത്ര്യമൊന്നുമല്ല. അവിടുത്തെ നമ്മളൊരു വെള്ളം കുടിക്കുന്നതിന് ടാക്സ്, ഒരു ദിവസം മുഴുവൻ രാവിലെ മുതൽ രാത്രി വരെ ചത്ത് പണിയെടുത്താലേ അവിടെ ജീവിക്കാൻ പറ്റും. ഒരു വീട്ടിലുള്ള ഒരാളെ സഹായിക്കാൻ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തും താമസിക്കുന്നവരാരാണെന്ന് പോലും അവിടെയുള്ള ഒരാൾക്കും അറിയില്ല. ഒരു തൊട്ടപ്പുറത്തെ വീട്ടിൽ നമ്മളൊന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ മിനിമം 1 മാസം മുമ്പെങ്കിലും നമ്മൾ വിളിച്ചിട്ട് അവരോട് സമയം ഉറപ്പുവരുത്തണം. ഒരു ഡോക്ടറെ കാണണമെങ്കിൽ നമ്മൾ ഒന്ന് വീട്ടിലൊന്ന് സന്ദർശിക്കണം എന്നുണ്ട്. അപ്പോൾ ഏത് ഡേറ്റിൽ ഏത് സമയത്ത് വരാം, അപ്പോൾ അവർ അടുത്ത മാസം 12-ാം തീയതി 10:10 വരുമെന്ന് പറയും. 10:10 മുതൽ 11:10 വരെ നമുക്ക് കാണാം. അത്രയും ടൈറ്റ് സ്കെഡ്യൂളിൽ, അത്രയും സ്റ്റിഫ്നെസ്സിൽ ആണ് അവിടെയുള്ള മനുഷ്യർ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു നമ്മൾ ഇന്ത്യയിലെ ബഹുസ്വരത നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഈവൻ ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോയപ്പോഴും അമേരിക്കയിൽ പോയപ്പോഴൊക്കെ ഇന്ത്യയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്, ഇന്ത്യയിലെ പണക്കാരൻ പാവപ്പെട്ടവർ എന്ന് പറയുന്ന ഒരു ഭേദവുമില്ലാതെ പ്രതിസന്ധി വരുന്ന സമയത്ത് ഒന്നിച്ചു നിൽക്കുന്ന ഒരു മനസ്സ് ഗവൺമെൻറ്റിനല്ല, ഇവിടുത്തെ ഇന്ത്യൻ സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യ. അതിൽ അത്ഭുതം സൗത്ത് ഇന്ത്യ തന്നെയാണ്, ഏത് മേഖല എടുത്താലും. അപ്പോൾ അതൊരു അത്ഭുതകരമായ ഒരു സംസ്കാരമാണ്. അതിന് ഇന്ത്യയുടെ ഒരു കൾച്ചറിൽ അതിൻ്റെ ഒരു ബേസായിട്ടിരിക്കുന്നത് സ്വീകരിക്കുക എന്ന് പറയുന്ന മനസ്സ്, ഉൾക്കൊള്ളുക. ലോകത്തിൻ്റെ എല്ലാ വ്യത്യസ്ത മേഖലകളിലുമുള്ള മതങ്ങളെ, ദർശനങ്ങളെ, സംസ്കാരങ്ങളെ മുഴുവൻ ഇരു കയ്യും നീട്ടി സ്വീകരിച്ച ഒരു സംസ്കാരം ഈ ഒരു മണ്ണിനുണ്ട്. അതിനെ നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഗവൺമെൻറ്റുമായിട്ടൊന്നും ചേർത്ത് വെക്കരുത്. അതേതെങ്കിലും മതവുമായിട്ടോ രാഷ്ട്രീയ പാർട്ടിയായിട്ടോ ഒന്നും ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് നമ്മളിലൊക്കെയുള്ള ബ്ലഡാണ്. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ മനുഷ്യരെ സ്വീകരിക്കുന്ന ഒരു സംസ്കാരം, എല്ലാ തരത്തിലുള്ള ഈ മനുഷ്യരെ സ്വീകരിക്കുന്ന ഒരു സംസ്കാരം നമ്മളുടെ അടിത്തറയായിട്ട് നമ്മുടെയൊക്കെ സിസ്റ്റത്തിലുണ്ട്. അപ്പം അത് കണക്ക്. ഇപ്പം എൻ്റെ ഒരു അമേരിക്കൻ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് അദ്ദേഹത്തെ ഞാൻ എല്ലാ സ്ഥലവും കൊണ്ടുപോയി കാണിച്ചു. ഒരു 2 ആഴ്ചയോളം ആളായിട്ട് മൂകാംബിക, മൂന്നാർ, ആതിരപ്പള്ളി പല സ്ഥലങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്ത് 3 ആഴ്ച കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം എന്നോട് പോകുമ്പോൾ പറയുകയാണ്, ഷൗക്കത്ത് അമേരിക്കയിൽ വരുമ്പോൾ 3 ഡേയ്സ് എൻ്റെ കൂടെ താമസിക്കണം, ഫുഡും അക്കോമഡേഷനൊക്കെ ഫ്രീ ആയിരിക്കുന്നു. നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റും അങ്ങനെ ഒരു ചിന്ത. എല്ലാം കണക്കിലും ടൈമിലാണ്. നമുക്കതില്ല. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൽ ഒരു ഉദാരതയുണ്ട്, എല്ലാറ്റിനെയും സ്വീകരിക്കുന്ന, ഉൾക്കൊള്ളും. ഞാൻ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, അങ്ങനെ ഒരു ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിംസിനെ കുറിച്ചല്ല പറയുന്നത്. ഈ ഒരു ഏരിയകളിൽ അത് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ, ഇത്രമാത്രം വൈവിധ്യമുള്ള ഒരു പ്രകൃതി, മനുഷ്യ സംസ്കാരങ്ങളൊന്നുള്ള ഒരു നാട് ലോകത്ത് എവിടെയില്ല. അതുകൊണ്ട് ഇന്നും ബഹുസ്വരത അല്പം പോലും നഷ്ടപ്പെടാതെ അണ്ടർ കറൻ്റായിട്ട് ഒഴുകുന്ന ഒരു സാമൂഹികത എന്ന നിലയിൽ ഇന്ത്യൻ ഭൂമി അത്രയും റിച്ചാണ്. അതിൻ്റെ ഈ പാലിൻ്റെ മുകളിൽ പാട കെട്ടിക്കിടക്കുന്നത് പോലെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ കാണുന്ന വർഗീയ കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ. ആ പാടം മാറിപ്പൊക്കോളും. ഇപ്പം നമ്മൾക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ അനായാസമായി വർത്തമാനം പറയാവുന്ന ഒരു സാമൂഹിക സാഹചര്യം ഇവിടെ ഉള്ളത് ഈ ഒരു സംസ്കാരത്തിൻ്റെ ആഴാണ്. അത് ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മുസ്ലിമിൻ്റെയോ എന്ന സംസ്കാരമല്ല, ഈ ഒരു ഋഷി പരമ്പരകളുടെ സർവ്വതിനെയും ഉൾക്കൊള്ളുന്ന നാരായണ ഗുരുവിനൊക്കെ പോലെയുള്ള മഹാഗുരുക്കന്മാരുടെ, അങ്ങനെ ജീവിച്ച മനുഷ്യരുടെ ഒരു കൾച്ചറാണ് ഇതിൻ്റെ കാര്യം. ആ ഒരു ബഹുസ്വരതയാണ് നമ്മളൊക്കെ ചേർത്ത് പിടിക്കാൻ പറയുകയും ചെയ്യേണ്ടത്. ഇനി രക്ഷിതാക്കൾക്ക് കൂടി അവസരം കേട്ടോ, കുട്ടികൾ ചോദിക്കാത്തോ? ഇവിടെ പഠിപ്പിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സത്യം അന്വേഷിക്കാൻ പോയല്ലോ. അപ്പൊ സാറ് ഫാമിലിയുടെ
ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ എന്തെങ്കിലും റിയാക്ട് ഉണ്ട്, അതിനെങ്ങനെ സാർ റെസ്പോണ്ട് ചെയ്യുന്നത്? നല്ല ചോദ്യം. ഞാൻ എൻ്റെ ഉപ്പ ഉമ്മ വീട്ടുകാരൊക്കെ എപ്പോഴും എന്നോട് സ്നേഹമുള്ളവരായി. അതുകൊണ്ട് വീട് വിട്ട് പോകുക എന്ന് പറയുന്നത് എനിക്ക് വലിയ വിഷമമുള്ളൊരു കാര്യം. പക്ഷേ വീട്ടിലും നാട്ടിലും എനിക്ക് നിൽക്കാനും പറ്റുന്നില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നതിനും ഞാൻ ജീവിക്കുന്ന ശൈലി ഇതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് ആരുമില്ല. കാരണം ഇത്തരം ചോദ്യങ്ങളൊക്കെ പറയുമ്പോൾ വലിയ വട്ടാണ്. നമ്മളിങ്ങനെ ചുമ്മാ നടക്കാനിറങ്ങുമ്പോൾ അവൻ കഞ്ചാവ് അടിച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഒരു ഒരു വിശാലമായിട്ടുള്ള ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഇടത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരുമില്ല. അങ്ങനെ ഒരു ദിവസം പക്ഷേ എനിക്കങ്ങനെ ശക്തമായ എതിർപ്പുകളോ ഭീഷണികളോ വെല്ലുവിളികളോ ഒന്നും അധികം നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം ഞാനൊരു മതവിരുദ്ധനല്ല, ഞാൻ ഒന്നിനെയും എതിർക്കുന്ന ആളല്ല. പക്ഷെ എനിക്ക് വിശാലമായൊരു ലോകം ഉണ്ടാവണം. അതുകൊണ്ട് എൻ്റെ ശത്രുപക്ഷത്ത് ആരുമില്ല. ഇപ്പോൾ ഉപ്പയുമ്മയൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഞാൻ പോയപ്പോൾ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഗൾഫിലേക്ക് വിസ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വീട് വിട്ട് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ ഗുരുനിത്യയുടെ അടുത്ത് എത്തുന്നത്, പിന്നെ ആശ്രമത്തിലൊക്കെ ആവുന്നത്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് ഗുരുവിൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഗുരു ആദ്യം ചെയ്തത് 3 മാസം കഴിഞ്ഞപ്പോൾ നേരെ ഉമ്മാടെ കൂടെ പോയി 3 ദിവസം താമസിച്ചിട്ട് വരാൻ പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ വീട്ടിൽ വന്ന് ഉമ്മാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും പോകുന്നത്. തീർച്ചയായിട്ടും മതപരമായിട്ടുള്ള ലോകത്ത് നിന്ന് ഈ നമ്മളെ ശരീരത്തെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ടില്ലെങ്കിലും ശക്തമായിട്ടുള്ള വിമർശനങ്ങളും പ്രശ്നങ്ങളും വെല്ലുവിളികളൊക്കെ എനിക്ക് കത്തുകൾ വരികയും ഈ തിരിച്ചു വരണം എന്നൊക്കെ പറയുകയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തിരിച്ചു വരിക അല്ലെങ്കിൽ ഞാൻ അതിനൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ തിരിച്ചു വരാൻ. ഞാനങ്ങനെ എന്തെങ്കിലും വിട്ടുപോയ ആളല്ല. പണ്ട് ഗുരുനിത്യ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ബുദ്ധൻ കൊട്ടാരം എന്ന് പറയുന്ന ആശയത്തെയും ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. ബുദ്ധൻ തൻ്റേതെന്ന് കരുതുന്ന കൊട്ടാരത്തോടും രാജ്യത്തോടും മറ്റ് ലോകങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. നമ്മളിങ്ങനെ ചെറിയ ഫ്രെയിമിന് പകരം ആ ഫ്രെയിമിലേക്ക് വലിയൊരു ഫ്രെയിമിലേക്ക് പോവുകയാണ് വേണ്ടത്. വലിയൊരു ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ആ ഒരു ചെറിയ ഫ്രെയിമും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് ഒന്ന് ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, കുറേ കത്തുകളൊക്കെ വരുമായിരുന്നു. പലരും വന്ന് ശരീരത്തെ ഉപദ്രവിക്കുന്ന ഭീഷണി ഉണ്ടായിട്ടില്ല എന്ന് മാത്രം. പക്ഷെ കുടുംബത്തിൽ നിന്നോ അച്ഛനമ്മമാരിൽ നിന്നോ ഒന്നും ശക്തമായ എതിർപ്പുണ്ടായില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാട് ചോദിച്ചു, എന്താണ് ഉപ്പ ഞാനിങ്ങനെ ഉപ്പ അവസാന കാലത്ത് സുഖമില്ലാതെ കിടക്കുന്ന സമയത്തൊക്കെ ഞാൻ മുഴുവൻ സമയം ഉപ്പാടെ കൂടെ ആയിരുന്നു. ഉപ്പാനെ ശുശ്രൂഷിച്ചും ഇടയ്ക്ക് ഡ്രൈവ് കൊണ്ടുപോയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും. അപ്പോൾ ചോദിച്ചു, ഉപ്പ എന്താണ് ഞാനിങ്ങനെ വീട് വിട്ട് പോയപ്പോൾ എന്നെ ബലം പ്രയോഗിച്ചെങ്കിലും തിരിച്ചു കൊണ്ടുവരാനൊക്കെ ശ്രമിക്കാതിരുന്നത്? ഉപ്പ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ലോകത്തിലേക്കല്ല നീ പോയത്. അതുകൊണ്ട് പക്ഷെ എന്ന് വെച്ചിട്ട് നീ ഒരു തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നീ ജീവിക്കുന്നത് ശരിയായൊരു ജീവിതമാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതൊരു തെറ്റായ ജീവിതമാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മക്കൾക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാനും അവരവരുടേതായിട്ടുള്ള ആശയത്തിലും വിശ്വാസത്തിലും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ. ജീവിതം മയക്കമരുന്നിനും വിഭാഗീയതയ്ക്കും വർഗീയതയ്ക്കും മനുഷ്യരെ വെറുക്കുന്നതിനൊന്നും കാരണമായി തീരരുത്. അത് നിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നോക്കിയപ്പോൾ നീ ആരെയും ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല, വർഗീയത പറയുന്നില്ല, മയക്കമരുന്ന് ഉപയോഗിക്കുന്നില്ല. നീ മനുഷ്യത്വത്തെക്കുറിച്ചും മനുഷ്യരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ നീ പോയിട്ടുള്ള ഗുരു നിത്യചൈതന്യത് എനിക്കറിയാം, ഞാൻ വായിച്ചിട്ടുള്ളതാണ്. എനിക്ക് ആ മനുഷ്യനെ വലിയ ഇഷ്ടമാണ്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കതിൽ വിരോധമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഉപ്പാട് ചോദിച്ചു, പള്ളി കമ്മിറ്റിക്കാരൊക്കെ ഉപ്പാക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല? ഉണ്ട്. പള്ളി കമ്മിറ്റിക്കാർ മീറ്റിംഗ് കൂടുമ്പോഴൊക്കെ മകൻ ഇങ്ങനെ പോയതിനെ കുറിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ്, അവൻ എന്ത് ജീവിതം തിരഞ്ഞെടുക്കണം എന്നുള്ള റൈറ്റ് അവനുണ്ട്. അവനെന്തെങ്കിലും ഒരു മോശമായ കാര്യം ചെയ്യും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവനെ ചോദ്യം ചെയ്യും. പക്ഷെ അവൻ എന്ത് വിശ്വസിക്കണം എന്ത് അവിശ്വസിക്കണം എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല.
പക്ഷേ മനുഷ്യത്വ വിരുദ്ധമായി ഒരു ജീവിതം ജീവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവനോട് എന്തെങ്കിലും ചോദിക്കാനുള്ള റൈറ്റ് എനിക്കുള്ളൂ. അങ്ങനെ പറയുന്നൊരു ഉപ്പാനെ എനിക്ക് കിട്ടി, അല്ലെങ്കിൽ ഉപ്പായിരിക്കില്ല. ഉപ്പതിന് നിൽക്കുന്നതുകൊണ്ട് ഉമ്മയും അതെ. ഒരിക്കൽ ഗുരു ഉമ്മാനെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നു. ഞാൻ ഗുരുവിൻ്റെ അടുത്തൊക്കെ പോയി കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം എനിക്ക് നിൻ്റെ ഉമ്മാനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ വീട്ടിലേക്കൊരു സന്യാസി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉമ്മ ആകെ പേടിച്ചു. നാട്ടുകാരെന്ത് പറയും, പള്ളി കമ്മിറ്റിക്കാരെന്ത് പറയും, ഇതാണ് ഉമ്മയുടെ പേടി. അവസാനം ഗുരു വന്നു. ഗുരു വന്നിട്ട് ഉമ്മ അടുക്കളയുടെ വാതിലിൻ്റെ അവിടുന്ന് പുറത്തു വരാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗുരു അവിടെ ചെന്ന് കുറേ സമയം ഉമ്മാട് സംസാരിച്ചു. ഇങ്ങനൊരു മകനെ എനിക്ക് തന്നതിൽ സന്തോഷമുണ്ട്, ഞാനിന്ന് എന്നെ കുറേ പൊക്കിയിട്ടൊക്കെ പറഞ്ഞു. ഉമ്മ അതൊക്കെ ഇങ്ങനെ കേട്ട് നിന്നു. എന്നിട്ട് ഗുരു ഇറങ്ങിപ്പോയി. ഗുരു ഇറങ്ങിപ്പോയതിന് ശേഷം ഞാൻ പിന്നെ ഉമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഉമ്മ നിസ്കരിക്കാനിരിക്കുന്നതിൻ്റെ സൈഡിൽ ഖുറാനുണ്ട്, പിന്നെ ഗുരു നിത്യയുടെ ഒരു യതിചരിതം എന്ന് പറഞ്ഞൊരു കുഞ്ഞു ബുക്കുണ്ട്, ചെറുപ്പക്കാരൻ്റെ, അതുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉമ്മ എന്താണ് ഗുരുവിൻ്റെ ബുക്കൊക്കെ നിസ്കാരപ്പായുടെ അടുത്തിരിക്കുന്നത്? അപ്പോൾ ഉമ്മ പറഞ്ഞു, നിൻ്റെ ഗുരു ശരിക്കും ഈമാനുള്ള ഗുരുവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ ഉമ്മ അങ്ങനെ പറയുന്നത്? നിനക്കറിയോ, അന്ന് ഗുരു വന്നിട്ട് ഇപ്പം എനിക്ക് യാതൊരു വിഷമവുമില്ല. ഗുരു വന്ന് പോയപ്പോഴതിന് ശേഷം എൻ്റെ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ നെഞ്ചിലുള്ളൊരു കല്ല് ഇറങ്ങിപ്പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്താണ് ഉമ്മാനെ ആകർഷിച്ചത്? ഉമ്മ പറയണം, ഈ അടുക്കളയുടെ വാതിലിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് ഗുരു എന്നോട് കുറേ നേരം സംസാരിച്ചു. എന്നിട്ട് ഗുരു തിരിഞ്ഞു പോകുമ്പോൾ നേരെ തിരിഞ്ഞ് നടന്നിട്ടല്ല പോയത്, കുറേ സ്റ്റെപ്പ് പിന്നിലേക്ക് ഇങ്ങനെ ബാക്കിലേക്ക് നടന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് തിരിഞ്ഞ് നടന്നത്. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് അങ്ങനെ തന്നെ തിരിഞ്ഞ് നടക്കരുതെന്നും എൻ്റെ ഉമ്മയുടെ ഉമ്മ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഉമ്മ പറയുന്നു, നമ്മളൊരു മനുഷ്യരോട് യാത്ര പറയുമ്പോൾ ഉടനെ തന്നെ തിരിഞ്ഞ് നടക്കരുതെന്നും 2 സ്റ്റെപ്പ് മുഖത്തേക്ക് നോക്കി നടന്നതിന് ശേഷമേ തിരിഞ്ഞ് നടക്കാവൂ, അവരാണ് യഥാർത്ഥത്തിൽ ഈമാനുള്ളവരെന്ന് എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്ത ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അത് എൻ്റെ ഗുരുവിനായിരുന്നു. അപ്പോൾ ഞാനത് ചിന്തിച്ചിട്ട് പോലുമില്ല. ഉമ്മയുടെ തലയിലതുണ്ട്. ഉമ്മ പറയാണ്, ആ ഒരു ഗുരു ഇപ്പം എൻ്റെയും ഗുരുവാണ്. അവിടെ അപ്പോൾ ദിവസവും ഗുരുവിൻ്റെ ബുക്ക് ഞാനും വായിക്കും. ഉമ്മ 5 നേരം നമസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന ഉത്തമയായ ഒരു വിശ്വാസിയാണ്. ഞാൻ നേരത്തെ മാർപ്പാപ്പയുടെ കാര്യം പറഞ്ഞതുപോലെ ഉമ്മയുടെ ഗുരുനിത്യയുടെ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടോ ഫിലോസഫി കേട്ടിട്ടോ അല്ല. നമ്മളെ ഒരു മനുഷ്യൻ സ്പർശിക്കുന്നത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ മഹിമ കൊണ്ടല്ല, നമ്മുടെ പ്രവൃത്തിയുടെ മഹിമ കൊണ്ടാണ്. അങ്ങനെ സ്പർശിക്കും. അന്ന് ആ ഗുരു തിരിഞ്ഞ് അങ്ങനെ ബാക്കിലേക്ക് വരുന്ന നാച്ചുറലായിട്ട് വരുന്നതാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഗുരു നല്ല വെയിറ്റുള്ള ആളാണ്. അപ്പോൾ ഗുരുവിനെ കാണാൻ വേണ്ടി ഗുരുവിൻ്റെ മുറിയിലേക്ക് ആര് കയറി വരുമ്പോഴും അറിയാതെ ഗുരു ഇങ്ങനെ പോകും. അത് പ്രായമുള്ളവരായാലും പ്രായം കുറഞ്ഞവരായാലും അറിയാതെ ശരീരം പോകും. അതാണ് ഈമാൻ എന്ന് പറയുന്നത്, റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉമ്മയും ഇന്ന് ആ ഗുരുവിനെ ഹൃദയത്തിൽ വെച്ച് ജീവിക്കുന്നതിൻ്റെ കാരണം സഹജീവികളോട് കാണിച്ചിട്ടുള്ള ആ റെസ്പെക്റ്റാണ്. അതുകൊണ്ട് ആദ്യമൊക്കെ വിഷമവും സങ്കടം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ എതിർപ്പുകളൊക്കെ മാറി ഒരു സ്വീകാര്യത എനിക്ക് വീട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട്. പിന്നീട് നാട്ടിൽ ഈ പറയുന്ന പോലെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അറിയാം. നമുക്ക് ശരിക്കും ആരാധനയാണോ വേണ്ടത്, അല്ലെങ്കിൽ ബഹുമാനമാണോ വേണ്ടത്? അല്ലെങ്കിൽ ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ വ്യക്തിയുടെ ആശയങ്ങളോടാണോ ബഹുമാനം വേണ്ടത്, അല്ലെങ്കിൽ വ്യക്തികളോടാണോ ബഹുമാനം വേണ്ടത്? നമ്മളൊരു ഈ ആരാധന എന്ന് പറയുന്നത് സത്യത്തിലൊരു അടിമ സ്വഭാവമാണ്. നമുക്ക് റെസ്പെക്റ്റാണ് വേണ്ടത്. പക്ഷേ ഈ റെസ്പെക്റ്റ് എളുപ്പമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് മനുഷ്യരെ ആശയങ്ങളോടല്ല വേണ്ടത്, വ്യക്തിയോടാണ് വേണ്ടത്. പക്ഷേ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിന് പരിചയമില്ലാത്തൊരു കാര്യമാണ്. ബ്രെയിനിന്
നമ്മുടെ ബ്രെയിനിൻ്റെ സ്വഭാവം നമുക്കൊപ്പമുള്ളവരെയും നമുക്ക് മുകളിലുള്ളവരെന്ന് തോന്നുന്നവരെയും മാത്രം റെസ്പെക്റ്റ് ചെയ്തിട്ടേ നമുക്ക് ശീലമുള്ളൂ. ഈ ശരി എന്നുള്ള വാക്ക് ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്. ശരി എന്ന വാക്കുണ്ടായത് എങ്ങനെയാണെന്നറിയോ? ശീലിച്ച് ഉറച്ചത് ആണ് ശരി. നമ്മുടെ ബ്രെയിനിൻ്റെ ശരിയുണ്ട്, അത് നമ്മുടെ ചിന്തയുടെ ശരിയല്ല. നമ്മൾ എത്ര വിശാലമായി ചിന്തിച്ചാലും നമ്മൾ വിശാലമായി പെരുമാറണമെന്നില്ല. നമുക്ക് വിശാലമായ ആശയങ്ങളുണ്ടാവും, പക്ഷെ വിശാലമായ ആശയങ്ങളുള്ളവരൊന്നും വിശാലമായ മനുഷ്യരാവണമെന്നില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാലോ, ദേഷ്യം പിടിക്കുന്നത് നല്ലതാണ് എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ? നല്ലതല്ലല്ലോ. വെറുക്കുന്നത് നല്ലതാണോ? അല്ലല്ലോ. വെറുക്കുന്നത് നല്ലതല്ല എന്ന ആശയം ഇവിടെ എല്ലാവർക്കും ഇല്ലേ? പക്ഷെ നമുക്ക് വെറുക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ? വെറുക്കുന്നത് നല്ലതല്ല, പൊട്ടിത്തെറിക്കുന്നത് നല്ലതല്ല, ദേഷ്യം പിടിക്കുന്നത് നല്ലതല്ല എന്ന ആശയം ഈ ഇരിക്കുന്ന എല്ലാവർക്കും എന്തായാലും ഉണ്ട്. പക്ഷേ ആ ആശയം ഉണ്ടായി എന്നതുകൊണ്ട് നമ്മൾ വെറുക്കാതിരിക്കുന്നില്ല, പൊട്ടിത്തെറിക്കാതിരിക്കുന്നില്ല, അസൂയപ്പെടാതിരിക്കുന്നില്ല. അപ്പോൾ ആശയപരമായ ഒരു വിശാലത ഉണ്ടായി എന്നതുകൊണ്ട് ആരും നല്ല മനുഷ്യരാവില്ല. വിശാലമായ പ്രതികരണമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ മോളെൻ്റെ മുമ്പിലിരിക്കുന്നു, ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സന്ദർഭമുണ്ട്. എന്താണ് റെസ്പെക്റ്റ് എന്നുള്ളത് പ്രവൃത്തിയിലൂടെ ചെയ്യേണ്ടതാണെന്ന് എന്നെ പഠിപ്പിച്ചത് ഈ പറയുന്ന പോലെ ഗുരുനിത്യമാണ്. ഇപ്പം എന്താണ് റെസ്പെക്റ്റ്? എങ്ങനെയാണ് നമ്മൾ മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യുക? 2 ഉദാഹരണങ്ങൾ, എൻ്റെ ജീവിതത്തിലുണ്ടായ 2 ഉദാഹരണങ്ങളെ ഞാൻ പറയാം ആ ചോദ്യത്തിന് മറുപടിയായി. ഞാൻ ഗുരുനിത്യയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഏറ്റവും വിശാലമായ ആശയമായിട്ടാണ് ജീവിക്കാൻ തുടങ്ങിയിട്ടാണ് ഞാൻ ഗുരുനിത്യയുടെ അടുത്ത് ചെല്ലുന്നത്. ആശയത്തിൻ്റെ വിശാലതയ്ക്കൊരു കുറവില്ല. ആ സമയത്ത് ഗുരുവിനെ കാണാൻ വേണ്ടി ഒരു അച്ഛനും അമ്മയും അവരുടെ മകളും ഹസ്ബൻഡും 3 മക്കളും വന്നു. അപ്പോൾ ഗുരു എന്നോട് പറഞ്ഞു, അവർക്ക് ഹാളിൽ കസേര ഇട്ട് കൊടുക്കൂ, ഞാൻ മുറിയിൽ നിന്ന് വരാം. അപ്പോൾ ഞാൻ അവർക്ക് കസേര ഇട്ട് കൊടുത്തു. ഞാൻ ഗുരുവിൻ്റെ കൈയും പിടിച്ച് കൊണ്ടുവന്നു, ഗുരു ഇരിക്കുന്ന കസേരയിൽ ഇരുത്തി. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് 4 കസേരയാണ്, അച്ഛനും അമ്മയ്ക്കും മകൾക്കും ഹസ്ബൻഡിനും. ബാക്കിയുള്ളത് 3 കുട്ടികളാണ്. ഒരാൾക്കൊരു 12 വയസ്സുണ്ടാവും, ഒരാൾക്കൊരു 9 വയസ്സ്, ഒരാൾക്കൊരു 7 വയസ്സ്. അവരവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 4 കസേര ഇട്ട് കൊടുത്തു. ഗുരു അവിടെ വന്നിരുന്ന് ആദ്യം എന്നോട് ചോദിക്കുന്നത്, എടോ തന്നോട് ഞാൻ എല്ലാവർക്കും കസേര ഇട്ട് കൊടുക്കാനല്ലേ പറഞ്ഞത്? എന്നെ സംബന്ധിച്ചിടത്തോളം ആ 4 പേർക്ക് മാത്രം കസേര ഇട്ട് കൊടുത്താൽ മതി. ആ മറ്റ് 3 പേർ കുട്ടികളാണ്, അവർ എനിക്ക് വ്യക്തികളല്ല എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഞാൻ ഗുരുകുലത്തിലേക്ക് വന്നിട്ടുള്ളത് വിശാലമായ ആശയമായിട്ടാണ്. ലോകം മുഴുവൻ ഒന്നാവണം, ഞങ്ങളും നിങ്ങളും പാടില്ല, എല്ലാ മതവും പറയുന്നത് ഒരേ കാര്യമാണ്. ആശയത്തിനൊരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അതുവരെ തോന്നിയിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ തോന്നിയിട്ടില്ല ഈ കുട്ടികൾക്ക് ഗുരുവിൻ്റെ മുമ്പിൽ കസേര ഇട്ട് കൊടുക്കേണ്ടതുണ്ടെന്ന്. എന്നിട്ട് ഞാൻ ഈ കസേര 3 കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അവരെ വിളിച്ചു, മക്കളെ വന്നിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്കും അത്ഭുതം. കാരണം ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് മുതിർന്നവരുടെ മുമ്പിൽ കസേര ഇട്ടു ആരും കൊടുത്തിട്ടില്ല. അവരവിടെ വന്നിരുന്ന ഒരു ഇരിപ്പ് ഇന്നും എൻ്റെ ഉള്ളിലുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങളെ വ്യക്തികളായി അംഗീകരിച്ച ഒരു അഭിമാനം അവർക്കുണ്ടായത്. അത് ഗുരു. എന്നിട്ട് രണ്ടാമത് എന്താണ് റെസ്പെക്റ്റ് എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഈ 7 വയസ്സും 9 വയസ്സും 12 വയസ്സുള്ള 3 മക്കൾ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഗുരുനിത്യം സംസാരിക്കാൻ തുടങ്ങി. നാരായണ ഗുരുകുലം ഉണ്ടായതിനെക്കുറിച്ച്, പല മതസാരവും ഏകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗുരു എല്ലാവരെയും നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ആ 7 വയസ്സുള്ള മോളുടെ മുഖത്ത് നോക്കിയിട്ട് ഗുരു പറയുന്നതൊന്നും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെയാണ് മോളെ, നടരാജഗുരു ഈ സ്ഥലം ഇവിടെ ഉണ്ടാക്കിയത്. ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും വരാനുള്ള ഒരിടം. അപ്പോൾ ആ 7 വയസ്സായ കുട്ടി ഇങ്ങനെ നിവർന്നിരിക്കുക. എന്നോട് ഇതൊക്കെ പറയുന്നു. കാരണം നമ്മൾ ആരെങ്കിലും കുട്ടികളോട് നോക്കി സംസാരിക്കുക. അത് കഴിഞ്ഞു ഞാൻ പഠിച്ചു.
എന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് ഗുരു പഠിപ്പിച്ചത്. ആശയപരമായിട്ടല്ല റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. കുട്ടികൾക്കും നമ്മളിൽ കുറഞ്ഞവർന്ന് നമുക്ക് തോന്നുന്നവർക്കൊക്കെ തുല്യതയോടെ കസാരയിട്ട് കൊടുത്ത് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നിടത്ത് നിന്നാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. കാലം കുറേ കഴിഞ്ഞു, ഞാൻ ഗുരുകുലം വിട്ടു, 10-20 പുസ്തകങ്ങൾ എഴുതി നാട് മുഴുവൻ നടന്ന് പ്രഭാഷണം നടത്തുന്നു, ഒക്കെ ചെയ്യുന്നു. അവസാനം നേരത്തെ മുസ്തഫ മൗലവി പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ട് എന്നൊരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു 6 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരുടെ മക്കളോട് ഞാൻ സംസാരിച്ചു. ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം, ഒരുപാട് ആൾ ഞങ്ങൾ മുതിർന്നവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഞങ്ങളിൽ എന്ത് ചേഞ്ചാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ എല്ലാവരോടും നടന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പുസ്തകം എഴുതിയത്. അങ്ങനെ ഞാനൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവിടെ 9 വയസ്സായ ഒരു മോള്. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു, ഇതുപോലെ മോനാണ്, അവനോട് ഞാൻ ചോദിച്ചു, മോനെ ഞങ്ങൾ മുതിർന്നവരിൽ നിന്ന് എന്ത് ചേഞ്ചാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങളിൽ മാറ്റം ഉണ്ടാവേണ്ടതായിട്ട് എന്താണ് കരുതുന്നത്? അപ്പോൾ 9 വയസ്സായ മോൻ എൻ്റെ കണ്ണിൽ നോക്കി പറയുന്നത്, മുതിർന്നവരവിടെ നിൽക്കട്ടെ, ഷൗക്കത്ത് മാമനിൽ ഉണ്ടാവേണ്ട ഒരു മാറ്റം ഞാൻ പറയാം. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഞാൻ അതുവരെ വിചാരിക്കുന്നത് ഞാൻ കുട്ടികളോടും മുതിർന്നവരോടൊക്കെ വളരെ ഈക്വലായിട്ട് പെരുമാറുന്ന ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് അതുവരെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് മാറ്റമാണ് ഉണ്ടാവേണ്ടത്? അപ്പോൾ എന്നോട് ആ കുട്ടി പറയണു, ഷൗക്കത്ത് മാമൻ വീട്ടിൽ വരുമ്പോൾ എന്നോട് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം തന്നെയല്ലേ, നന്നായി പഠിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്നേഹിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും വരും. അച്ഛനും അമ്മയും വന്ന് സോഫയിലിരിക്കും, ഞാനും ഇപ്പുറത്തിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരുപാട് വിഷയങ്ങളൊക്കെ സംസാരിക്കും. പക്ഷെ ഒരിക്കൽ പോലും ഷൗക്കത്ത് മാമൻ എനിക്ക് ഐ കോണ്ടാക്റ്റ് തന്നിട്ടില്ല സംസാരിക്കുമ്പോൾ. 9 വയസ്സുള്ള ഒരു കുട്ടി അച്ഛനും അമ്മേനെ മാത്രം നോക്കിയിട്ടാണ് സംസാരിക്കുക. ഞാനിവിടെ ഇരിക്കുന്നുണ്ടല്ലോ, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്താണ് സംസാരിക്കാത്തത്? സുഖമാണോ, പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ഓക്കെ. പക്ഷെ എന്താണ് ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ഐ കോണ്ടാക്റ്റ് തന്നിട്ടില്ല, എനിക്ക് ഷോക്കായിപ്പോയി. ഇതാണ് പണ്ട് ഗുരുദിത്യനെ പഠിപ്പിച്ചത് 25 വർഷം മുമ്പ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആശയപരമായി നമ്മൾ എത്ര വളർച്ച പ്രാപിച്ചാലും നമ്മളുടെ പ്രവൃത്തിയിൽ പ്രാക്ടീസിലേക്ക് അത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ബ്രെയിനിനെ ശീലിപ്പിച്ചെടുക്കേണ്ടതാണ്. നമ്മൾ 2 വാക്കുകൾ കേട്ടിട്ടുണ്ട്, ഒരു നാച്ചുറൽ ആൻഡ് കൾച്ചറൽ. കൾച്ചർ, ഞാൻ സംസ്കാരമുള്ള ആളാണെന്നൊക്കെ നമ്മൾ പറയും. നാച്ചുറലായിട്ട് ബ്രെയിനിൻ്റെ ടെൻഡൻസി എന്ന് പറയുന്നത് നമുക്കൊപ്പമുള്ളവരെയും മുകളിലുള്ളവർ എന്ന് തോന്നുന്നവരെയും മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാണ് ബ്രെയിൻ എപ്പോഴും പറയുക. അതിനാണ് നാച്ചുറൽ എന്ന് പറയുന്നത്. കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഓരോ സന്ദർഭത്തിലും കൾട്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. എന്താണ് കൾച്ചർ? എൻ്റെ കണ്ണ് എപ്പോഴും മുതിർന്നവരിലും ഒപ്പത്തിനൊപ്പം ഉള്ളവരിലും മാത്രമേ തങ്ങി നിൽക്കുള്ളൂ. അപ്പോൾ ബോധപൂർവം ഞാൻ എന്നോട് പറയണം, ഷൗക്കത്തെ ആ കുട്ടീനെ നോക്ക്, സംസാരിക്കുക. ഇങ്ങനെ ബോധപൂർവം ഞാൻ എൻ്റെ ബോധത്തെ ഉണർത്തി ആ മോഡിലേക്ക് കൂടി നോക്കി സംസാരിപ്പിച്ച് ശീലിപ്പിച്ചെടുക്കേണ്ടതാണ് കൾച്ചർ. നമ്മുടെ റിലീജിയനുകളൊക്കെ നാച്ചുറലാണ്. അതുകൊണ്ടാണ് ഈ പുരോഹിതന്മാർക്കൊന്നും മനുഷ്യപ്പറ്റോടെ സംസാരിക്കാൻ പറ്റാറ്. നമ്മൾ അടിസ്ഥാനപരമായി ബേസിക്കലി മനുഷ്യൻ റിലീജിയസ് ആയ ഒരു ജീവിയാണ്, സ്പിരിച്വൽ അല്ല, കൾച്ചറൽ അല്ല. അതുകൊണ്ട് നമ്മളിനി ഇക്വാലിറ്റി എന്ന് പറയുന്നത്, മര്യാദ എന്ന് പറയുന്നത്, റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഉള്ളിലുണ്ടാവേണ്ട ഒന്നല്ല, പുറത്തുണ്ട്. ആണെന്നോ പെണ്ണെന്നോ പ്രായത്തിൽ കൂടിയവരെന്നോ കുറഞ്ഞവരെന്നോ എന്നും നോക്കാതെ തൻ്റെ മുൻപിലിരിക്കുന്ന എല്ലാവരും തുല്യതയുള്ള വ്യക്തികളാണെന്ന് മനസ്സിലാക്കി പെരുമാറുന്നതിനെയാണ് റെസ്പെക്റ്റ് എന്ന് പറയുക. അത് നമുക്ക് ശീലമില്ലാത്തതാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്, ബോധപൂർവം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്, നിരന്തരം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള വഴിയല്ല, അതൊരു പ്രഷറാണ്. ദേഷ്യം പിടിക്കൽ നാച്ചുറലാണ്,
ക്ഷമിക്കൽ കൾച്ചറലാണ്. നാച്ചുറലായിട്ട് ക്ഷമിക്കാൻ പറ്റില്ല ആർക്കും. അത് പ്രാക്ടീസാണ്. അവിടെ ഒരു ഹീറ്റ് ഉണ്ടാവും. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ പരിചയം ദേഷ്യം വന്നാൽ പൊട്ടിത്തെറിക്കുക എന്നുള്ളതാണ്. ദേഷ്യം വന്നാൽ പൊട്ടിത്തെറിക്കാതെ ലോകത്തിലുള്ള എല്ലാ മതദർശനങ്ങളും എന്തുകൊണ്ടാണ് ഈ ക്ഷമയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്? കാരണം നമുക്ക് ഏറ്റവും പ്രയാസമുള്ള പണി അതായതുകൊണ്ടാണ്. ക്ഷമിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് മര്യാദ എന്ന് പറയുന്നത്, റെസ്പെക്റ്റ് എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ക്ഷമിക്കലാണ്. ഓക്കെ,